കുടിയിലൊക്കെ കഴിഞ്ഞ് ചായ ഉണ്ടോ? ചായ തരാനോ? ആമിന ചായ ആയില്ലേ? അതൊക്കെ വരുന്ന ചായ ആയി. ചായ എന്തൊക്കെ പത്രത്തില് ഇവിടെ നോക്കാമിന പത്രത്തില് ഫുള്ളേ മയക്കുമരുന്ന്, കൊലപാതകം, ആത്മഹത്യ ഇങ്ങനല്ല വാർത്തകൾ മാത്രമേ ഉള്ളൂ. യാ അല്ലാ, എവിടേക്കാണ് ഈ കാലത്തിന്റെ ഒക്കെ ഒരു പോക്കേ? അല്ല ആമിന, നമ്മളെ ചെറുക്കൻ അവിടെ ചെറുക്കൻ രാവിലെ എണീച്ച് കുളിച്ചു മാറ്റുന്നില്ലല്ലോ. ഇത് വരുന്ന നമ്മളെ എക്കിന് എവിടെക്കാണ് രാവിലെ തന്നെ? കോളേജിക്കോ? അപ്പൊ ബുക്കും ബാഗൊക്കെ എവിടെ? എന്നോട് പറഞ്ഞിരുന്നു ആർട്സ് ആണെന്നോ? ആർട്സാണ്. പറയടാ. അത് ഇജന്നെ വാപ്പാട് പറഞ്ഞാ. എന്താ അവിടെ രണ്ടാൾ പറഞ്ഞ കുസുകുസുപ്പ്? എന്താണ് അവൻ പറയണത്? ഓനിക്കൊരു മൊബൈല് വേണമെന്നിക്കാ. മൊബൈലോ? മൊബൈല് വാങ്ങിക്കൊടുക്കാനേ എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല, ഈ പെരീത്തെ ചെലവും ബാക്കി കാര്യങ്ങളും കൂടെ കഴിയുമ്പോഴേ എന്റെ കച്ചിലൊന്നും ബാക്കി നിൽക്കണില്ലേ. ഞാൻ നോക്കിയാക്കട്ടെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാകുന്നില്ല കേട്ടോ. എത്ര പേര് മൊബൈലിനൊക്കെ വില വരിക? അതൊരു 20,000-30,000 രൂപ. 20-30 വരുമോ? ഓനിക്കിപ്പോ ഏത് മൊബൈലൊക്കെ വാണ്ടി വരിക? അത് ഓനോട് തന്നെ ചോദിക്കണക്ക. ഇന്നലെ എയർടെലിന്റെ ഷോപ്പുകളിലൊക്കെ മൊബൈലിന് നല്ല വില കുറവാന്ന് പത്രത്തിലുണ്ടായിരുന്നു. ഞാനേ മോന്റെ സന്തോഷല്ലേ നമുക്ക് വലുത്. നമുക്കൊന്നാണ് വാങ്ങിക്കൊടുക്കാം. അതായിരിക്കും നല്ലത് കേട്ടോ. അതാ നമ്മളെ ഫോൺ വരുന്നേ. അല്ലടാ ഫീദ, അനക്കിപ്പോ ഏതാക്കാരം മൊബൈൽ വേണ്ടത്? ഞാൻ എന്തായാലും കുറച്ച് പൈസ റെഡിയാക്കിയിട്ടുണ്ട്, നമുക്കൊരു മൊബൈലാണ് വാങ്ങാം. സന്തോഷായില്ലേ?
അത്യാവശ്യക്കാരൻ പെട്ടെന്ന് വാ. എന്താ കുട്ടിയെ വിളിച്ചതിന്റെ എന്താണ് പറ്റിക്കുന്നത്? ഇതിന് എന്താ പറ്റിയത്? കുട്ടിക്ക് എന്താ പറ്റിയതടാ? കുട്ടി ആൺകുട്ടിയോ? ആൺകുട്ടിയാ? ആൺകുട്ടിയാ? എത്ര കാലം കാത്തിട്ട് കിട്ടിയതറിയോ? ഒരു രാജകുമാരന്റെ ഫോട്ടോ വളർത്തിയാണ്. അല്ലോ ആൺകുട്ടിയാ? ഹഫീദിനെ ഞാൻ പേരിടാ. ഹഫീദ് കുട്ടി വയസ്സ് പോയാലെ കുട്ടി റബ്ബേ ഞായറാഴ്ച മോനിക്ക കളിച്ചിട്ട് കാര്യമില്ല. നിന്റെ പൊന്നു മോന് അത്ര പിടിച്ചിട്ടുള്ള മോനെ ഒരു സമ്മാനം ഞാൻ കരുതിയിട്ടുണ്ട്. നിന്റെ കുട്ടിക്ക് സമ്മാനം ഞാൻ കരുതിയിട്ടുണ്ട്. കുട്ടി അത്ര ആഗ്രഹിച്ചാലറിയോ? ജീവിച്ചെടുക്കുമ്പോ എനിക്ക് വാങ്ങി കൊടുക്കാൻ പറ്റില്ല. ലഹരിക്കടിമപ്പെട്ടവനല്ല, ലഹരിയെ വെറുത്ത സ്വപ്നങ്ങളെ പ്രണയിച്ച ഒരു പാവം മനുഷ്യനാണ്. പക്ഷേ അവനെ കൊന്നത് ലഹരിയാണ്. നിങ്ങളുടെ സിരകളിൽ പടർന്ന ലഹരി. നിങ്ങളുടെ സമനില തെറ്റിച്ചപ്പോൾ പൊലിഞ്ഞത് ഒട്ടും പിഴയ്ക്കാത്ത ഒരു ജീവനാണ്. ലഹരി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മാത്രം കാര്യമാണെന്നും അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്നും പറയുന്നവർക്കുള്ള മറുപടിയാണ് ഈ കിടക്കുന്ന ശരീരം. നിങ്ങളുടെ ലഹരി അന്യന്റെ മരണമാണെന്ന് ആകാതിരിക്കട്ടെ. ഓർക്കുക, നിങ്ങൾ കുത്തിവെക്കുന്ന വിഷം കൊല്ലുന്നത് നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള നിരപരാധികളെ കൂടിയാണ്. ലഹരിയുടെ ഇരുളിനെതിരെ നിങ്ങൾ ഓരോരുത്തരും മാറ്റത്തിന്റെ വെളിച്ചമാകണം. ആ പ്രതിജ്ഞയോടെ നമുക്ക് പിരിയാം.